നമസ്കാരം. മലയാള സിനിമയിലെ ഇലഞ്ഞിപ്പൂമണങ്ങൾ എന്ന യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഗാനം ഈ അടുത്ത കാലത്ത് വളരെ വൈറലായ ഒരു കൈകൊട്ടിക്കളിപ്പാട്ടുണ്ട്. ഈ പാട്ടിന് ഒരു ടീച്ചർ നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന ഒരു രംഗം യൂട്യൂബിൽ വളരെ വൈറലായിരുന്നു. ആ പാട്ടിലേക്കാണ് കൊട്ടും ഞാൻ കേട്ടില്ല, കൊടലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കൊട്ടും ഞാൻ കേട്ടില്ല, കൊടലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി. 1964 പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. പി ഭാസ്കരൻ രചിച്ച് ബാബുരാജ് സംഗീതം ചെയ്ത് പി ലീലയും സംഘവും ആലപിച്ച കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു. എത്ര മനോഹരമായ ഒരു ഗാനമാണെന്ന് ആലോചിച്ചേ. ഇതിനകത്ത് മറ്റൊന്നുമില്ല. മുറ്റത്ത് ഒരു മുല്ല, ഒരു ചെറിയ മുല്ലയാണ്, ചെറുപ്പക്കാരി മുല്ല, ഒരു തൈമുല്ല. അതിൽ ഒരു ദിവസം നോക്കുമ്പോൾ അതിലൊരു മൊട്ട് വിരിഞ്ഞ് നിൽക്കുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇത് കാണുമ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ ആറ്റുനോറ്റ് വളർത്തുന്ന ഒരു തൈമുല്ലയിൽ ആദ്യമായിട്ടൊരു മൊട്ട് വരുമ്പോൾ നമുക്കെല്ലാം സന്തോഷമുണ്ടാകും. പക്ഷെ നമുക്ക് തോന്നാത്ത ഒരു സന്തോഷവും മറ്റൊരു വികാരവുമാണ് പി ഭാസ്കറിന് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഇന്നലെ വരെ ഞാൻ നിന്നെ കണ്ടു, നീ വളരെ യൗവനയുക്തയായി സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയപ്പം നിൻ്റെ ദേഹത്ത് ഒരു പൂത്താലി കിടക്കുന്നു, ഒരു താലി കിടക്കുന്നു. അപ്പം നിൻ്റെ കഴുത്തിൽ ആരോ ഒരു താലി അണിയിച്ചു പോയതാണ്. പക്ഷെ താലി അണിയിക്കാൻ ഇവിടെ ഒരു കൊട്ടും ഞാൻ കേട്ടില്ല, ഒരു കുഴപ്പില്ല, ഒരു കല്യാണത്തിൻ്റെ ബഹളം ഒന്നും ഞാൻ കേട്ടില്ല. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ എൻ്റെ മുല്ലപ്പെണ്ണ് ഒരു താലി അണിഞ്ഞ് നിൽക്കുകയാണ്. അത് വെറും ഒരു താലിയല്ല. താലി പണ്ടത്തെ താലി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഒരു താലി ആലിലയുടെ രൂപത്തിൽ വിൽക്കുന്ന ആ താലിയിൽ ഒരു ചെറിയ മുത്തുമണി കൂടെ പതിച്ചിരിക്കും. ഇവിടെ ആ മുല്ല മൊട്ടിൻ്റെ ചുവട്ടിലുള്ള ആ കിരീടം പോലുള്ളൊരു സാധനം, അതാണ് മുത്ത് പതിച്ചായിട്ട്. മുത്ത് പതിച്ച ഈ മണിമാല ആരാണ് നിനക്ക് ഇട്ടു തന്നത് എന്ന് കവി ചോദിക്കുകയാണ്. നമുക്കാർക്കും തോന്നാത്ത ഒരു ഭാവനയാണ്. ഒരു കല്യാണത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് കവി ചോദിക്കുന്നത്, തട്ടാനും വന്നില്ല തങ്കമുരുക്കിയില്ല, തങ്കമുരുക്കി പൊന്നാക്കി അതിനകത്തുനിന്ന് ആഭരണം അണിയുകയല്ലേ വേണ്ടത്. അപ്പം നോക്കുമ്പോൾ നമ്മുടെ കൊന്നത്തൈയാണെങ്കിൽ ഒരു മണിമാലയൊക്കെ അണിഞ്ഞ്, പൊന്നുകൊണ്ട് മണിമാല അണിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം തട്ടാൻ വന്നതായിട്ടോ തങ്കമുരുക്കിയതായിട്ടോ നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഈ കൊന്നത്തയ്യ് ഒരു മണിമാല ചാർത്തി. നിനക്ക് ആരാണ് ഈ മണിമാല ചാർത്തിയത്? ഒന്ന് നോക്കിയേ. തികച്ചും കേരളീയമായ ഒരു അന്തരീക്ഷം. നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക പൂന്തോട്ടങ്ങളിലൊന്നും ഉള്ള സംവിധാനങ്ങൾ. പണ്ടൊക്കെ മുല്ല, ചെമ്പരത്തി, കൊന്ന ഇതൊക്കെയായിരുന്നു. അപ്പം ആ മുല്ലയ്ക്ക് താലി ചാർത്തി പറയുമ്പോഴാണ് വളരെ ലളിതമായിട്ട് നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ തന്നെ കവിതകൾ എഴുതുന്ന പഴയ കവികൾ നമുക്കുണ്ടായിരുന്നു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മൾ വായിക്കുമ്പം അതിനകത്തൊരു രംഗമുണ്ട്. ഗോപികമാരുടെ അടുത്ത് നിന്ന് കൃഷ്ണൻ എങ്ങോ അങ്ങ് മറഞ്ഞുപോയി. കൃഷ്ണനെ അവരെ കളിപ്പിച്ച് എവിടെയോ പോയി. ഗോപികമാരെ കൃഷ്ണനെ കാണാതെ ഇങ്ങനെ തിരക്കി നടക്കുമ്പോൾ അവിടെ കാണുന്ന ചുറ്റുപാട് കാണുന്ന സസ്യലതാദികളോടൊക്കെ ഈ ഗോപികമാർ കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ എവിടെയെന്ന് ചോദിക്കുക. അപ്പം മാഗന്ധമേ ചൊല്ലും മാധവൻ തന്നെ നീ പോകുന്നത് ഈ വഴി കണ്ടില്ലല്ലേ, പൂന്തേനായുള്ളൊരു കണ്ണുനീർ വാർത്തിട്ട് കാന്തനെ ഞാനെങ്ങും കണ്ടുതില്ലേ. മാവിനോട് ചോദിക്കുമ്പോൾ മാവ് പറയും, ആ പൂന്തേനായിട്ടുള്ള കണ്ണീര് തേന് ഒഴുക്കിക്കൊണ്ട് അത് കരയുകയാണെന്നാണ് പറയുന്നത്. ഗോപികമാർ കരയുന്നു, അതും കരയുന്നു. കാന്തനെ ഞാൻ കണ്ടില്ല.
പിച്ചകമേ ചൊല്ലച്യുതൻ വന്നു നിന്നിച്ഛയിൽ നിന്നെ തഴുകിനാനോ. പിച്ചകത്തിനോട് ചോദിക്കുന്നത്, നിന്നെ അച്യുതൻ വന്ന് കൃഷ്ണൻ വന്ന് നിന്നെ ഇഷ്ടത്തോടെ തലോടിയോ? നിന്റെ ശരീരത്ത് കണ്ട മുട്ടുകളാകിന കോൾമയിർ കൊണ്ട് വട്ടത്തിൽ നിന്മയിൽ കാണാകുന്നു. അതുപോലെ മുല്ലയോട് ചോദിക്കും, മുല്ലേ ഞാൻ നിന്നോട് മെല്ലെ പറഞ്ഞാലും നല്ലൽ കേടുമാറ് ചൊല്ലേണം നീ. പിന്നെ അവൻ്റെ വാക്കിൻ്റെ മണവും സൗന്ദര്യവും നിന്നിൽ കാണാം. നിൻ്റെ അടുത്തൂടെ കൃഷ്ണൻ പോയിട്ടുണ്ട് എന്നുള്ള എത്ര മനോഹരമായ കേരളീയാന്തരീക്ഷത്തിലുള്ള ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. അതേപോലെയാണ് പി ഭാസ്കരനും എഴുതുന്നത്. നമുക്ക് പരിചിതമായ ചുറ്റുപാടുകളിലുള്ള ബിംബങ്ങൾ വെച്ച് കവിത എഴുതുന്ന, സിനിമാ പാട്ടുകൾ എഴുതുന്ന ഒരു കവിയാണ്. അടുത്ത ചോദിക്കുന്നത് മുരിക്കിനോടാണ്. മുരിക്കിനോട് ചോദിക്കുന്ന ചോദ്യം ആദ്യം മനോഹരമാണ്. കണ്ണാടി ഇല്ലാഞ്ഞോ കളിയാട്ടം കൂടിയിട്ടോ പച്ചമുരിക്കെ നിന്നെറ്റിയിലാകെ പടർന്നുവല്ലോ സിന്ദൂരം. മുരിക്കിൻ്റെ പുഷ്പം നല്ല ചുമന്ന മുരിക്ക് മൊത്തം പൂത്ത് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ എവിടെയായിട്ട് മുരിക്ക് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുരിക്കിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു കണ്ണാടി നോക്കി ഒരു പൊട്ട് സിന്ദൂരം നന്നായിട്ട് തൊടാൻ മേലായിരുന്നോ? കണ്ണാടി ഇല്ലാഞ്ഞിട്ടാണോ, അതോ നീ എവിടെയെങ്കിലും കളിയാട്ടത്തിന് പോയി നൃത്തമൊക്കെ ചെയ്ത് സിന്ദൂരമൊക്കെ ആകെ പടർന്ന് അവശയായി നിൽക്കുക? നോക്കി എത്ര മനോഹരമായ കാവ്യകൽപ്പനയാണ്. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിയിട്ടു പച്ചമുരിക്കിൻ നെറ്റിയിലാകെ പടർന്നുവല്ലോ സിന്ദൂരം. നമ്മുടെ പുതിയ തലമുറകളൊന്നും കണ്ടിട്ടുള്ളൊരു വൃക്ഷമല്ല മുരിക്ക് പൂത്ത് നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കാണാമായിരുന്നു. പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള വൃക്ഷമാണ് മുരിക്ക്. രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ മുതൽ ഇങ്ങോട്ട് പറയുന്നുണ്ട്. മുരിക്കിനെ കിംശുകം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ജയദേവൻ്റെ ഗീതഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, മുരിക്കിൻ്റെ പൂക്കൾ കണ്ടിട്ട് യുവജനങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന നഖങ്ങളാകുന്ന പൂക്കളെന്നാണ്. യുവജന ഹൃദയ വിതാരണ മനസ്സിജ, കാമദേവൻ്റെ മനസ്സിജ നഖരുചി, കാമദേവൻ്റെ നഖങ്ങളാണ്. അത്രയ്ക്ക് റൊമാൻറ്റിക്കായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് മുരിക്ക്. ഈ മുരിക്ക് ഈ പി ഭാസ്കറിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പഴയ ഒരു പാട്ട് ഈ സമയത്ത് നമുക്ക് ഓർമ്മ വരാം. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ഒന്ന് നോക്കിയേ, കിഴക്കേപ്പുറത്തെ ചെന്തെങ്ങിൽ ഒരു കരിക്ക് ഉണ്ടായി നിൽക്കുക, ചുമന്ന കരിക്ക് ഉണ്ടായി നിൽക്കുക. അത് ശരിക്കും സൂര്യനാണ്. രാവിലെ ഒരു വലിയ ചെങ്കരിക്ക് അവിടെ ഉയർന്നു നിൽക്കുക. കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയത്. മുരിക്കിൻ്റെ പൂക്കളൊക്കെ അവിടെ പൊഴിഞ്ഞു കിടക്കും. നോക്കിയാൽ ഈ മുറുക്കി തുപ്പുക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ല. ആ മുറുക്കാൻ തുപ്പലിനെ പോലും സുന്ദരമായൊരു കാഴ്ചയായിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ആ മുറുക്കി തുപ്പിയതൊക്കെ നമുക്ക് വളരെ സുന്ദരമായൊരു കാഴ്ചാനുഭവമായിട്ട്, ഒരു മനസ്സിനുള്ള ഒരു നല്ല അനുഭവമായിട്ട് മാറുന്നു. അതാണ് പി ഭാസ്കറിൻ്റെ കരവിരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. നിനക്ക് കണ്ണാടി ഇല്ലാഞ്ഞിട്ടാണ്, കണ്ണാടി നോക്കി നന്നായിട്ട് പൊട്ട് തൊടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ, അതോ നീ കളിയാട്ടത്തിന് പോയി നെറ്റിയിലെ സിന്ദൂരമെല്ലാം ആകെ പടർന്നിരിക്കുകയാണോ? നിൻ്റെ നെറ്റിയിലാകെ, പച്ചമുരിക്കിൻ്റെ നെറ്റിയിലാകെ പടർന്നുവല്ലോ സിന്ദൂരം എന്നാണ് കവി ചോദിക്കുന്നത്. അടുത്തത് ചോദിക്കുന്നത്, കിന്നാരം പറയാനാണോ കീർത്തനം പാടാനോ പുള്ളിക്കുയിലും പൂങ്കുയിലും വള്ളിക്കാട്ടിനുള്ളിൽ കടന്നു കയറിയെന്ന. ആലോചിച്ച് നോക്കിയേ, അവർ തമ്മിലൊരു കിന്നാരം പറയാനാവാം, അല്ലെങ്കിൽ കീർത്തനം പാടാനോ. കുയിലിൻ്റെ പാട്ടാണല്ലോ പ്രധാനം. പക്ഷെ ഇവിടെ ശരിക്കും ഒരു റൊമാൻറ്റിക്കായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പുള്ളിക്കുയിലും പൂക്കുയിലും കൂടി വള്ളിക്കാട്ടിനുള്ളിലേക്ക് കടന്നുപോയി. നോക്കിക്കേ, എത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ഒരു കേരളീയ അന്തരീക്ഷത്തിൽ ഏറ്റവും ലളിതമായ വാക്കുകൾ കൊണ്ട്, ലളിതമായ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ബിംബങ്ങൾ ഉപയോഗിച്ച് എത്ര മനോഹരമായൊരു റൊമാൻറ്റിക്കായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. മുല്ലയും കൊന്നയും മുരിക്കും കുയിലുകളുടെ സാന്നിധ്യമൊക്കെ മാത്രമേ ഉള്ളൂ. ഇത് വളരെ ചെറിയൊരു പദ്യമാണ്. ആകെപ്പാടെ 4 വരികൾ മാത്രമേ ഉള്ളൂ. ഇത് ബാബുരാജാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. നീലാംബരി രാഗത്തിൽ
കൈകൊട്ടിക്കളി പാട്ട് പാടാനുള്ള പറ്റിയ രാഗത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പീലിയിലെയും സംഘവും അതിമനോഹരമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കൈകൊട്ടിക്കളിക്കുള്ള പല ടീമുകളും ഈ പാട്ട് എടുത്ത് പാടുന്നുണ്ട്. അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ഒരു പാട്ടിനാണ് ഈ അടുത്ത കാലത്ത് ഒരു ടീച്ചർ നൃത്തച്ചുവടുകൾ വെച്ചത്. പി ഭാസ്കറിൻ്റെ ആ തൂലികയ്ക്ക്, ആ പ്രതിഭയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.